സതകുഞ്ഞിന്റെ വീട്ടിൽ പോകാനേ ഗോമതി നിനക്ക് ഒരുക്കം എന്ന് പറഞ്ഞ അവിടെ 3-4 ആണുങ്ങളുള്ളതാ. ഇച്ചിരി വീറും വൃത്തിയായിട്ടൊക്കെ ചെന്നില്ലെങ്കിലേ അതിന്റെ കുറച്ചില് നിങ്ങൾക്കാ. രംഗയ്യ എന്താ കറിയാ പെട്ടെന്ന് മടങ്ങിപ്പോയി കളഞ്ഞത്? രംഗയ്യ വളരെ തിരക്ക് പിടിച്ച് മന്ത്രവാദി നിനക്കൊക്കെ. പിന്നെ അപ്പച്ചനെ ഓർത്തിട്ടാ ഞാൻ വിളിച്ചപ്പോ വന്നത്. പോകുന്നതിന് മുമ്പ് നിങ്ങൾ തമ്മിൽ എന്താ ചപ്പടാച്ചടിക്കുന്നത് കേട്ടല്ലോ. ആ രംഗയ്യ ഈ വീടിനെ പറ്റി പറയുകയായിരുന്നു. മന്ത്രശക്തി കൊണ്ട് രംഗയ്യ മനസ്സിലാക്കിയത് ഈ വീട് വളരെ അശുഭകരമാണെന്നാണ്. എന്നുവെച്ചാ ഇക്കാക്ക ഒരു പറയാം. ഈ വീട്ടിൽ താമസിക്കുന്നവരുടെ ജീവൻ വളരെ അപകടത്തിലായിരിക്കും അത്രേ. മനുഷ്യനാശത്തിന് ഉതകുന്ന തരത്തിലുള്ള അപൂർവ ശക്തികൾ ഈ വീട്ടിൽ കുടിയിരിക്കുന്നുണ്ടെന്നാണ് രംഗയ്യ പറയുന്നത്. നാം ഈ വീട്ടിൽ കാലുകുത്തുന്നതിന് മുമ്പ് കേട്ട പട്ടിയുടെ ഓടിയിടലും മാവലിന്റെ ചിറകടിയും ഇക്കാക്ക ശ്രദ്ധിച്ചില്ലേ? അതൊക്കെ വളരെ അശുഭകരങ്ങളാണ്. അപ്പൊ നമ്മളിവിടെ താമസിച്ചാലോ? തൽക്കാലം താമസിക്കാതെ നമുക്ക് നിർത്തിയില്ലല്ലോ. പക്ഷെ അതിനുള്ള പ്രതിവിധിയും രംഗയ്യ തന്നെ ചെയ്തിട്ടുണ്ട്. 3 ഏലസുകൾ ജപിച്ച് എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. കുളിച്ചിട്ട് വേണം നമുക്കത് ധരിക്കാൻ. പിന്നെ അത് ധരിച്ചുകൊണ്ടായില്ല, അത് ധരിക്കാതെ നാം ആരും പുറത്തു പോകാൻ പാടില്ല. തന്നെയുമല്ല, സന്ധ്യ കഴിഞ്ഞുള്ള സവാരി കഴിയുന്നത് ഒഴിവാക്കിയാണ് നല്ലത് ഇക്കാക്ക. സന്ധ്യ കഴിഞ്ഞ് ഇവിടെ ആരും സവാരി പോകാനാ? അല്ലെങ്കിൽ തന്നെ ഈ പട്ടിക്കാട്ടിൽ സവാരിക്ക് പോയിട്ട് എന്ത് കാണാനാ? അത് നമുക്ക് തോന്നും. പക്ഷെ ജോസഫിന് പട്ടിക്കാടാണല്ലോ ഇഷ്ടം. അവൻ ഈ നായ അലയുന്നത് പോലെ അലഞ്ഞാ മതിയല്ലോ. അവനോട് ഞാൻ പറഞ്ഞോളാം. ആട്ടെ, പൊടിയനവിടെ? എന്തോന്നാ കുഞ്ഞെ വായിലിട്ട് ഇങ്ങനെ പതപ്പിക്കുന്നേ? പേസ്റ്റ്. എന്താ ഗോമതിക്ക് വേണം? അയ്യോ, ഞങ്ങൾക്കൊന്നും വേണ്ടായേ. ഉമിക്കരി ഉപ്പും പൊടിച്ചത് വെച്ചാ ഞങ്ങളൊക്കെ തേക്കുന്നേ. എന്നാലേ പല്ലി വെളുക്കൂ. എന്തോന്ന് അവസരത്ത് കുഞ്ഞെ ഇങ്ങനെ ഒഴിഞ്ഞു നോക്കുന്നേ? എന്റെ പേരെങ്ങനെ അറിയാം? ഒരാളിന്റെ പേര് ഒരു തവണ പറഞ്ഞ ഞാൻ മറക്കൂല. ഗോമതിക്ക് ഇപ്പൊ എത്ര വയസ്സായി? ആര് നോക്കുന്നു കുഞ്ഞെ? ഒരു 10-35 ആയി കാണും. പക്ഷേ എന്നാ കുഞ്ഞങ്ങോട്ട് മാറി നിന്നാട്ടെ. ചിലപ്പോ മേത്ത് വെള്ളം തെറിക്കും. അതിരിക്കട്ടെ, ഇവിടെ അടുത്തെങ്ങാനും കുളമുണ്ട്, ഒന്ന് മുങ്ങി കുളിക്കാൻ? ഉണ്ടല്ലേ, ഇവിടുന്ന് അരനാഴിക ദൂരേ ഉള്ളൂ പുഴയ്ക്ക്. അവിടെ ഞങ്ങളൊക്കെ കുളിക്കുന്നേ. ഗോമതി എപ്പോഴാ കുളിക്കാൻ പോകുന്നത്? അതറിഞ്ഞ ആ നേരത്തെ ഞാനും വരാം. വിളിക്കുന്നു. ഞാൻ ചോദിക്കുമായിരുന്നു അടുത്ത് വല്ല പുഴയോ മറ്റോ ഉണ്ടോ, ഒന്ന് മുങ്ങി പറഞ്ഞു തന്നോ? ഇല്ല, അതിനു മുമ്പ് പുഴയിലൊക്കെ പിന്നെ മുങ്ങി കുളിക്കാം. തൽക്കാലം കുളിമുറി പോയി കുളിക്കും. ആ കറിയെ മറ്റേ കാത്തിരിക്കുന്നു. ചെല്ല്. വാസുവിന്റെ വീട്ടിലെ പ്രിപ്പറേഷനാ. ഞാനൊരെണ്ണം തിന്നു നോക്കി, നല്ല സ്വാദ്. എങ്ങനെ ഉണ്ടടാ വിടിയാ? ഇഡ്ഡലി കൊള്ളാമോ? തിരക്കേടില്ലെന്ന് തോന്നുന്നു. നാളെ മുതൽ ആഹാരം നമ്മൾ ഇവിടെ പാകം ചെയ്യണം. അത്യാവശ്യത്തിനുള്ള പാത്രങ്ങളൊക്കെ വാസു സംഘടിപ്പിച്ചു തരാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. പാചകത്തിന്റെ ഏർപ്പാട് സദൻ ഏറ്റെടുത്തിരിക്കുകയാണ്. പിന്നെ കടയിൽ പോക്കും മറ്റും പൊടിയേണ്ടതാണ്. കറിയായി ഒന്നിനും ഉപദ്രവിച്ചുകൂടാ. നമ്മുടെ രക്ഷ അവന്റെ കയ്യിലാണ്. എന്ന് വെച്ചാൽ ദിവസവും 3 മണിക്കൂർ നേരത്തെ പൂജയുണ്ട്. അതിന്റെ ചുമതല വളരെ വലുതാണ്. ഞാൻ പറഞ്ഞല്ലോ ജോസഫ്, നിനക്ക് വിശ്വാസം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇവിടം വിട്ട് പോകുന്നത് വരെ ഞാൻ പറഞ്ഞനുസരിച്ചേ പറ്റൂ. കൈ കെട്ടിയ ഏലസ് ഭദ്രമായി സൂക്ഷിക്കണം. അതില്ലാതെ എങ്ങും പോകരുത്. മാത്രമല്ല, സന്ധ്യ കഴിഞ്ഞുള്ള സവാരി തീരെ പാടില്ല. പിന്നെ ഇത് പട്ടണമൊന്നും അല്ലല്ലോ അങ്ങനെ ചുറ്റിക്കറങ്ങാൻ. പുറത്തു പോകാതെ ഞാൻ ഇവിടെ തന്നെ എത്ര നേരം മൂടിക്കെട്ടിയിരിക്കും കാക്ക? പോകാനുള്ളതൊക്കെ പകലായിക്കോണം, അത്ര തന്നെ. വൈകിട്ടേ വാസുനോട് വരാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്റെ പേരിലുള്ള പറമ്പും പരിപാടിയൊക്കെ ഒന്ന് ചുറ്റിക്കാണണ്ടേ? അതൊക്കെ പിള്ളേര് പോയിക്കോണം. ഈ വയസ്സിന് ഒറ്റയ്ക്ക് വിട്ടേക്ക്. എനിക്കിവിടെ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കാനാണ് ഇഷ്ടം. ഇവിടുന്ന് ആ പനകൾ കാണുന്ന സ്ഥലം വരെ സതകുഞ്ഞിന്റെ വകയാ. എങ്ങനെ പറയുന്ന മണ്ണാണെന്നോ. പിന്നെന്താ ആരും കൃഷി ഇറക്കാഞ്ഞത്? ആരെ കൃഷി ഇറക്കാനാ സാറേ? നോക്കിക്കണ്ട് നടത്താൻ ആരിയ്ക്കുന്നു? എന്റെ കുട്ടിക്കാലത്ത് ഇവിടൊക്കെ കാട് പോലെയായിരുന്നു, അല്ലേ വാസു?
അറിയാ ആ കാണുന്ന പാറയില്ലേ മോക്ഷപ്പാറ എന്നാണ് അതിന്റെ പേര് അല്ലേ വാസു? അതെ അതെ. അപ്പൊ കുഞ്ഞിന് ഓർമ്മയുണ്ട്. ആ പാറമേൽ കയറി നിന്ന് 100 ദിവസം ഒരേ കാര്യം വിചാരിച്ചാൽ അത് നടക്കുമെന്നാണ് വിശ്വാസം. കാര്യം അങ്ങനൊന്നുമില്ല, ഒരു വിശ്വാസം. ഇപ്പൊ മലയാളന്മാര് വെളിക്കിറങ്ങി നാശമാക്കിയിട്ടിരിക്കുക. നമുക്കൊന്ന് പോയി നോക്കാം. ആ ജോസഫേ, താൻ വരുന്നില്ലേ? ഞാനില്ല, നിങ്ങൾ വയ്ക്കും. ഞാനും വാസും കൂടെ ഇച്ചിരി ലോകകാര്യം പറയട്ടെ. വാ വാസു. ഇരിക്കു വാസു. അയ്യോ വേണ്ടായേ, ഞാൻ ഇവിടെ നിന്നോളാം. സാറിന് ഈ സ്ഥലമൊക്കെ ഇഷ്ടപ്പെട്ടോ? സ്ഥലമൊക്കെ നന്നായിരിക്കുന്നു, പക്ഷേ എന്റെ പല കാര്യങ്ങളും മുടങ്ങി പോകുന്നു. അതെന്താ സാർ അങ്ങനെ മുടങ്ങിയത്? എന്നും എനിക്ക് ഇച്ചിരി കഴിച്ചാലേ ഉറക്കം വരും. ഇവിടെ വന്നതിൽ പിന്നെ കൊണ്ടുവന്നതെല്ലാം തീർന്നു. ഞാൻ ആകെ വിഷമിക്കുകയാണ്. ഇവിടെ ഫാർജിന് കിട്ടത്തില്ലെന്നേ ഉള്ളൂ. എന്ന് വെച്ചാൽ? അല്ല, ടൗണിലെ പോലെ ഡ്രമ്മും മിക്സിയൊന്നും കിട്ടത്തില്ല. അല്ലെ അന്തുക്കള് കിട്ടും. അതിന് ഷാപ്പിൽ പോകണ്ടേ? ഷാപ്പിലെങ്ങാനും പോയെന്ന് നമ്മുടെ ഇക്കാക്ക അറിഞ്ഞാലുണ്ടല്ലോ, ആള് ഭയങ്കരനാണ്. അതോർത്ത് ഔസേപ്പുഞ്ഞ് വിഷമിക്കണ്ട. കുടിക്കണമെന്ന് തോന്നുമ്പം എന്റെ കുടിലോട്ട് വന്നാൽ മതി. അത്യാവശ്യക്കാർക്ക് എന്റെ കുടിലൊരു ഷാപ്പാ. ഇതിനു മുമ്പ് ഈ സ്കൂളിൽ ഒരു മാസ്റ്റർ ഉണ്ടായിരുന്നു. ഷാപ്പിൽ പോകത്തില്ല, എന്റെ കുടിയിൽ വന്നാ കുടിച്ചോണ്ടിരുന്നത്. അത് നന്നായി. ഇക്കാര്യം വാസു വേറെ ആരോടും പറയരുത്. അത് പിന്നെ എന്ത് പറച്ചില്ല സാറേ, വാസുവിന് പിന്നെ അത് അറിഞ്ഞൂടായോ? അയ്യോ ഇരിക്കട്ടെ. പടിയാ, നേരത്തെ പറഞ്ഞേക്കാം, വല്ല കള്ളക്കളിയും കാണിച്ചാൽ ഇടിച്ച് ഞാൻ ചങ്ക് മാട്ടും. അമ്മേ, ഈ മകൻ വന്നിരിക്കുകയാണ്. ഇനി ഞാൻ ഇവിടം വിട്ടെങ്ങും പോവില്ല. മരണം വരെ അമ്മയുടെ അസ്ത്രയിൽ എനിക്ക് തിരികൊളുത്തണം. അമ്മങ്കാവ് ഭഗവതിക്ക് ശക്തിയുണ്ടെങ്കിൽ അമ്മയുടെ മകന് ഒരാപത്തും വരികില്ല. എന്റെ അമ്മങ്കാവ് ഭഗവതി. ജോസഫേ, ജോസഫ് എഴുന്നേക്ക്. ഒരു സ്ത്രീ കരയുന്നു. സ്ത്രീയോ? എവിടെ? മുകളിലത്തെ മുറിയില്ലേ? ഞാൻ കേട്ടതാണ്. ഓ, താൻ സ്വപ്നം കണ്ടതായിരിക്കും. പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. താൻ കേട്ടതാണ്, ഞാൻ കേട്ടതാണ്. അല്ലെ താൻ വന്ന് നോക്ക്. ശരാ, ഇനി ഇവന്മാര് ഇക്കാക്കയെ അറിയിക്കാതെ ഏതെങ്കിലും ഒരുത്തിയെ രാത്രി പിടിച്ച് വീട്ടിനകത്ത് കയറ്റിയതാണോ? നിങ്ങൾ ആരാണ്?
പറയൂ, നിങ്ങൾ ആരാണ്? ഞാൻ അമ്മങ്കാവിൽ ഭഗവതിയാണ്. വർഷങ്ങളായി ഒരു സ്ത്രീ എന്നെ മന്ത്രശക്തികൾക്ക് അടിമയാക്കി ദുഷ്കർമ്മങ്ങൾ ചെയ്യിക്കുന്നു. എന്നെ ഒന്ന് സ്വതന്ത്രയാക്കും. ഇപ്പൊ പോരുത്. ആരാടാ മുറിക്കകത്ത്? എനിക്കറിയില്ല. ആരോടാ കറിയ പാതിരാക്കി സംസാരിക്കുന്നത്? എനിക്കറിഞ്ഞൂടാ. അമ്പട കൊച്ചു കള്ള, അപ്പത് നിങ്ങൾ അറിഞ്ഞോണ്ടുള്ള അഡ്ജസ്റ്റ്മെന്റ് അല്ലേ? അമ്മയെ അടിമപ്പെടുത്തി വെച്ചിരിക്കുന്ന ആ സ്ത്രീ ആരാണ്? താൻ ആരോടാ കറിയാ ഈ പാതിരാക്കി സംസാരിക്കുന്നത്? തന്നോടാണ് ഇപ്പൊ ഇങ്ങോട്ട് കയറി വരാൻ പറഞ്ഞത്. താൻ കഥവടച്ചിരുന്ന് സംസാരിക്കുന്നത് കണ്ടപ്പോ ഞാൻ ഓർത്തു ആരെങ്കിലും കാണുമെന്ന്. ആ, എന്നാ താഴെ വന്നോ. ആളിനോടെ പുളിക്ക് വെച്ചിട്ടുണ്ട്. വരൂ സദൻ. നീ എന്താ കറിയാ ഈ പറയുന്നത്? എനിക്ക് വിശ്വാസം വരുന്നില്ല. അതെ കാക്ക, ഒരു കുടുംബക്ഷേത്രം എന്ന് വെച്ചാൽ ആ കരയുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. പക്ഷെ ഞാൻ ഇന്നലെ കേട്ടത് ഈ കുടുംബക്ഷേത്രത്തിലെ ദേവിയുടെ ശബ്ദമാണ്. എന്നിട്ട് അപൂർവമായ മന്ത്രശക്തിയുള്ള ഒരു സ്ത്രീ ദേവിയെ നിരായുധയാക്കി അടിമയാക്കി വെച്ചിരിക്കുകയാണ്. അതിനുള്ള പ്രതിവിധി നിനക്കറിയില്ലേ? ആ സ്ത്രീ ആരാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ എനിക്ക് കുറച്ചുകൂടി എളുപ്പമായിരുന്നു. ഇന്നലെ അതറിയുന്നതിന് മുൻപല്ലേ ആ ജോസഫ് ചാരുവീൺ ആകെ നശിപ്പിച്ചത്. ഒരിക്കൽ കൂടി നിനക്ക് ആ ശബ്ദം കേൾക്കാൻ ശ്രമിച്ചൂടെ? അങ്ങനെ ശ്രമിച്ചുകൊണ്ടായില്ലേ കാക്ക. ഇന്നലെ തന്നെ എനിക്കത് കേൾക്കാൻ കഴിഞ്ഞത് ഒരു നിമിത്തം കൊണ്ടാണ്. ഈ നിമിത്തം എപ്പോഴും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഏതായാലും ഞാൻ എന്റെ മന്ത്രമുറകൾ നാളെ തന്നെ ആരംഭിക്കാൻ പോകുകയാണ്. ജോസഫ് എവിടെ? അവൻ ക്യാമറയും തൂക്കി രാവിലെ എന്നെ നാടുവിട്ട് ഇറങ്ങിയിരിക്കൽ. സന്ധ്യയ്ക്ക് മുമ്പ് എത്താൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പൊടിയൻ ഒരു കഥയില്ലാത്തവനാണ്. എല്ലാ കാര്യങ്ങളും തല കീഴായി അവൻ ചെയ്യും. പക്ഷേ അവനെ ഇഷ്ടപ്പെടാനേ നമുക്ക് കഴിയും. ഒരു മിനിറ്റ്, ഈ അമ്മങ്കാവ് എവിടെയാണ്? ഇതിലേ പോയാ മതി.